നമസ്കാരം, ന്യൂസ് അറ്റ് 11:30 സ്വാഗതം. കടവല്ലൂരിൽ ബസും ട്രാവലറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 10ഓളം പേർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. തിങ്കളാഴ്ച പുലർച്ചെ 4 മണിയോടെയായിരുന്നു അപകടം. ശബരിമല ദർശനത്തിന് പോവുകയായിരുന്ന കർണാടക സ്വദേശികൾ സഞ്ചരിച്ച ട്രാവലറും വിനോദയാത്രയ്ക്ക് പോവുകയായിരുന്ന കർണാടക സ്വദേശികൾ സഞ്ചരിച്ച ബസുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തെ തുടർന്ന് നിയന്ത്രണം വിട്ട ബസ് റോഡരികിൽ മറിഞ്ഞു. പരിക്കേറ്റവരെ കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകരും 108 ആംബുലൻസ് പ്രവർത്തകരും ചേർന്ന് പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ കല്ലുംപുറം സെന്റ് ജോർജ് ദേവാലയത്തിൽ പുതുതായി നിർമ്മിച്ച ശതാബ്ദി മന്ദിരത്തിന്റെയും സൺഡേ സ്കൂളിന്റെയും കൂദാശ നടത്തി. ഞായറാഴ്ച രാവിലെ കുർബാനയ്ക്ക് ശേഷം നടന്ന ശുശ്രൂഷകൾക്ക് സഭാ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പോലീത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇടവക വികാരി ഫാദർ അഫ്രേം അന്തിക്കാട്, വൈദികരായ ഫാദർ വർഗീസ് വാഴപ്പിള്ളി, ഫാദർ ഗീവർഗീസ് ചെമ്മണ്ണൂർ എന്നിവർ സഹകാർമ്മികരായിരുന്നു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം മെത്രാപ്പോലീത്ത ഉദ്ഘാടനം ചെയ്തു. സഭാ ആൽമായ ട്രസ്റ്റി ഗീവർ മാണി, CSI ചാലിശ്ശേരി ഇടവക വികാരി ഫാദർ ജോൺ, ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളി വികാരി ഫാദർ അബ്രഹാം എന്നിവർ സംസാരിച്ചു. പള്ളി സെക്രട്ടറി CP ഡേവിഡ്, ട്രഷറർ PC സൈമൺ, മീഡിയ കൺവീനർ ബെന്നിമോൻ, മറ്റ് കമ്മിറ്റി അംഗങ്ങളും കൌൺസിൽ അംഗങ്ങളും കൂദാശ കർമ്മത്തിന് നേതൃത്വം നൽകി. കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് 18-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SIR ലിസ്റ്റിൽ പേര് ചേർക്കൽ ക്യാമ്പ് നടത്തി. വെള്ളറക്കാട് അഞ്ജനം CSC സെന്റർ ജനസേവന കേന്ദ്രത്തിന്റെ സഹകരണത്തോടെയാണ് മരത്തംകോട് UP സ്കൂളിൽ SIR ക്യാമ്പ് സംഘടിപ്പിച്ചത്. 18-ാം വാർഡ് കോൺഗ്രസ് പ്രതിനിധികളായ റഫീഖ് ഐനിക്കുന്നത്ത്, സിന്ധു മണികണ്ഠൻ, രഞ്ജു മാസ്റ്റർ, മണികണ്ഠൻ, വിഷ്ണു എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. നിരവധി പ്രദേശവാസികൾ ക്യാമ്പിൽ പങ്കെടുത്തു. തെക്കേപ്പുറം ശ്രീ മാക്കാലിക്കാവ് മഹാകാളി ക്ഷേത്രത്തിലെ ശാന്തിമഠം ഓഫീസ്, അന്നദാനപുര എന്നിവയുടെ ഉദ്ഘാടനം ക്ഷേത്ര മേൽശാന്തി മനീഷ് ഭദ്രൻ, ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് രവി കർണങ്കോട്ട് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. കുന്നംകുളം നഗരസഭാ സെക്രട്ടറി KK മനോജ് മുഖ്യാതിഥിയായി. ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി കൃഷ്ണകുമാർ വാഴപ്പുള്ളി, ക്ഷേത്രം ഊരാളൻ സുരേഷ് വടക്കേടത്ത്, ട്രഷറർ മഹേഷ് മുത്താളി, AS ശ്രീജിത്ത്, അനൂപ് തയ്യൽ എന്നിവർ സംസാരിച്ചു. കൌക്കാനപ്പെട്ടി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തിന്റെ കൊടിയേറ്റം നടത്തി. ക്ഷേത്ര മേൽശാന്തി മനോജ് ആലപ്പുഴയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റം. തുടർന്ന് ചുറ്റുവിളക്കും ഉണ്ടായി. ജനുവരി 31, ഫെബ്രുവരി 1 തീയതികളിലാണ് തൈപ്പൂയ മഹോത്സവവും ഗോളക സമർപ്പണവും നടത്തുന്നത്. പാലയൂർ ചെഞ്ചേരി ഭഗവതി ക്ഷേത്രത്തിൽ മകരച്ചൊവ്വ ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി തെണ്ടൻ അടനിവേദ്യം നടത്തി. വളർത്തുമൃഗങ്ങളുടെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടിയാണ് ഈ വഴിപാട് നടത്തുന്നത്. നൂറ്റാണ്ടുകളായി നടക്കുന്ന അത്യപൂർവവും അതിവിശേഷവുമായ ചടങ്ങാണ് തെണ്ടൻ അടനിവേദ്യം. മനുഷ്യർക്കെന്ന പോലെ വളർത്തുമൃഗങ്ങളായ പശു, ആട്, എരുമ തുടങ്ങിയ നാൽക്കാലികൾക്കും ആയുസ്സും ആരോഗ്യവും ലഭിക്കുന്നതിനായി ഭക്തർ ക്ഷേത്രത്തിലെ ഉപദേവനായ തെണ്ടൻ സ്വാമിക്ക് അടനിവേദ്യം സമർപ്പിക്കും. സ്ത്രീകൾ തെങ്ങിൻ പച്ചോല വെട്ടിയെടുത്ത് ഈർക്കിൽ മാറ്റി വൃത്തിയാക്കി അതിൽ പച്ചരിയും ശർക്കരയും നാളികേരവും ഉരലിൽ ഇടിച്ച് പാകപ്പെടുത്തി ഓലയിൽ തേച്ചു പിടിപ്പിച്ച ഈർക്കിൽ കൊണ്ട് തുന്നിക്കെട്ടിയാണ് അട ഒരുക്കുന്നത്. അത്താഴപൂജയ്ക്ക് മുമ്പ് ക്ഷേത്രത്തിന്റെ പുറകുവശത്ത് തയ്യാറാക്കിയ കല്ലിന്മേൽ ശ്രീകോവിലിൽ നിന്നും കത്തിച്ച ഓലച്ചൂട്ടുകൊണ്ട് തല്ലി വേവിച്ചാണ് നേദ്യം ചുട്ടെടുക്കുന്നത്. നിരവധി ഭക്തർ പങ്കെടുത്തു. മകരച്ചൊവ്വ മഹോത്സവത്തോടെ ചടങ്ങുകൾക്ക് സമാപനമാകും. ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അണലിയെ പിടികൂടി. പുലർച്ചെ 4 മണിക്കാണ് 6 അടിയോളം നീളമുള്ള അണലിയെ പിടികൂടിയത്. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരാണ് പാമ്പിനെ കണ്ടത്. സിവിൽ ഡിഫൻസ് വോളണ്ടിയർ പ്രബീഷ് ഗുരുവായൂർ എത്തി പാമ്പിനെ പിടികൂടി ഫോറസ്റ്റിന് കൈമാറി. ഓൾ കേരള മോഹൻലാൽ ഫാൻസ് നമ്പഴിക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പട്ടാമ്പിയിൽ നടന്ന വുഷു കുങ്ഫു കിഡ്സ് വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ ജുഗൽ ചന്ദ്രയെ ആദരിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് അക്ഷയ് മറ്റം പൊന്നാടയണിയിച്ചു. സെക്രട്ടറി അശ്വിൻ നമ്പഴിക്കാട് അധ്യക്ഷനായിരുന്നു. ട്രഷറർ സിജിത്ത് നമ്പഴിക്കാട്, വിഷ്ണു ആനായിക്കൽ എന്നിവർ പങ്കെടുത്തു. NSS വെള്ളാറ്റഞ്ഞൂർ കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗം നടന്നു. താലൂക്ക് യൂണിയൻ സെക്രട്ടറി S കൃഷ്ണകുമാർ അധ്യക്ഷനായി. ദീർഘകാലം കരയോഗം പ്രസിഡന്റായി പ്രവർത്തിച്ച കലാസാംസ്കാരിക പ്രവർത്തകനുമായ MGS നായരെ യോഗത്തിൽ ആദരിച്ചു. പുതിയ കരയോഗം പ്രസിഡന്റായി ഉണ്ണികൃഷ്ണൻ അമ്മാത്ത്, സെക്രട്ടറി KS ബാബു, വൈസ് പ്രസിഡന്റ് VK പ്രമോദ് ഉൾപ്പെടെ 11 അംഗ കരയോഗ ഭരണസമിതിയെ തെരഞ്ഞെടുത്തു.
2025 ഭാരത് PJ ആന്റണി ദേശീയ ഡോക്യുമെന്ററി ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ഛായാഗ്രാഹകനുള്ള പുരസ്കാരം നേടിയ കണ്ണൻ തിരുത്തിനെയും മികച്ച ബാലതാരത്തിനുള്ള പുരസ്കാരം നേടിയ മാസ്റ്റർ ദേവദത്തിനെയും ആദരിച്ചു. എരുമപ്പെട്ടി തിയേറ്റർ എത്തിക്സും പാത്രമംഗലം തോന്നലൂർ ഗ്രാമീണ വായനശാലയും സംയുക്തമായി സംഘടിപ്പിച്ച ചടങ്ങ് വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ KK അബൂബക്കർ മുഖ്യാതിഥിയായിരുന്നു. തിയേറ്റർ എത്തിക്സ് പ്രസിഡന്റ് VN അനിൽ അധ്യക്ഷനായി. MP പ്രഗേഷ്, ജലീൽ ആദൂർ, വേണു, അഡ്വക്കേറ്റ് VN രാമൻ, ജഗൻ പാത്രമംഗലം തുടങ്ങിയവർ സംസാരിച്ചു. വേലൂർ മേഞ്ചേരിക്കാവ് ഭദ്രകാളി ഭഗവതി ക്ഷേത്രത്തിൽ മകരചൊവ്വ ഉത്സവത്തിന്റെ കൊടിയേറ്റം നടത്തി. ക്ഷേത്രം ഊട്ടുപുര സമർപ്പണവും ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ VK വിജയൻ നിർവഹിച്ചു. ക്ഷേത്രം രക്ഷാധികാരി പുഷ്പാകരൻ അധ്യക്ഷനായി. PK സുരേഷ് കുമാർ, ഷീബ മോഹനൻ എന്നിവർ സംസാരിച്ചു. ചരമം എരുമപ്പെട്ടി നെല്ലുവായ് കൊട്ടേക്കാട്ട് വീട്ടിൽ പരേതനായ അബ്ദുൽ ഖാദറിന്റെ ഭാര്യ സുബൈദ നിര്യാതയായി. 65 വയസ്സായിരുന്നു. ഖബറടക്കം എരുമപ്പെട്ടി ജുമാ മസ്ജിദിൽ നടത്തി. ലോട്ടറി വിൽപ്പനക്കാരനായ സലിമിന്റെ മാതാവാണ്. കുന്നംകുളം വടക്കാഞ്ചേരി റോഡ് കളത്തിൽ ടൂറിസ്റ്റ് ഹോമിന് എതിർവശത്ത് താമസിക്കുന്ന ഇരിങ്ങാലക്കുട സ്വദേശി നടവരമ്പ് തെക്കേടത്ത് രാധാകൃഷ്ണ മേനോൻ നിര്യാതനായി. 98 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് കുന്നംകുളം നഗരസഭ ക്രിമിറ്റോറിയത്തിൽ നടത്തും. കമലാക്ഷിയമ്മ ഭാര്യയും നന്ദകുമാർ മകനുമാണ്. പുന്നേർകുളം പ്രസ് ക്ലബ് അംഗം മെട്രോ വാർത്താ ലേഖകൻ സുധാകരന്റെ മാതാവ് കടിക്കാട് ചെറുവത്താട്ടായിൽ അമ്മിണി നിര്യാതയായി. 80 വയസ്സായിരുന്നു. സംസ്കാരം ആറ്റുപുറം നിദ്രാലയത്തിൽ നടത്തി. പരേതനായ കൃഷ്ണൻ ഭർത്താവാണ്. ഷാജി, തങ്കമണി, അജിത, ഷീജ എന്നിവർ മറ്റു മക്കളാണ്. ഇതോടെ ന്യൂസ് 11:30 സമാപിക്കുന്നു. നമസ്കാരം.